everyone, welcome to Team Android. നിങ്ങൾ എല്ലാവരും എയർഫോഴ്സ് എക്സാമിന്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് ഇന്നെലിജിബിൾ ആവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. സോ എയർഫോഴ്സ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ടീം ആൻഡ്രോയിഡിന്റെ ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അഡ്മിറ്റ് കാർഡിന്റെ ഇഷ്യൂ, അതായത് നിങ്ങൾ നൽകിയ ഡേറ്റാസ് അനുസരിച്ചാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത്. അതേപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും അതേപോലെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് ഇന്നെലിജിബിൾ ആവുന്നതാണ്. അതേപോലെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം സെന്ററിലെ ഇൻചാർജിനെ അറിയിക്കേണ്ടതാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ്, അതേപോലെ എക്സാം സെന്റർ, ഇതൊന്നും മാറ്റാനുള്ള റിക്വസ്റ്റ് സ്വീകരിക്കുന്നതല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ ഒന്നാണ് ആധാർ കാർഡ്. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നൽകിയ അതേ സെയിം ആധാർ കാർഡ് വേണം നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. പിന്നെ വേണ്ടുന്നതെന്ന് പറയുന്നത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണ്. നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ദെൻ നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഓർ ഫോട്ടോ കോപ്പീസ്, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഫേസ് 1 എക്സാമിന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഒറിജിനൽ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പീസ് ആയിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടിരിക്കേണ്ട ഒന്നാണ് ട്രാൻസ്പെറൻറ്റ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഈ പെന്ന്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്. ഇത് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റഫ് വർക്കോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രസ് കോഡാണ്. സ്ലിപ്പേഴ്സ്, സാൻഡൽസ് വിത്ത് ഫ്ലാറ്റ് ഹീൽസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ആൻഡ് സിമ്പിൾ ക്ലോത്തിങ് വിത്ത് ഹാഫ് സ്ലീവ്സ് ആയിരിക്കണം. അതേപോലെ സ്മോൾ ബട്ടൺസ് ആയിരിക്കണം. ടീഷർട്ട്, കുർത്താസ്, വിത്തൗട്ട് പോക്കറ്റ് ഉള്ള ടീഷർട്ടും കുർത്താസും ആയിരിക്കണം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇടേണ്ടത്. പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ല, അത് സിക്ക് കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വുമൺ കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ്. വുമൺ കാൻഡിഡേറ്റ്സ് അപ്രോപ്രിയേറ്റ് സിമ്പിൾ ക്ലോത്തിങ് ആയിരിക്കണം വുമൺ കാൻഡിഡേറ്റ്സ് എക്സാമിന് പോകുമ്പോൾ ഇടേണ്ട ഡ്രസ് എന്ന് പറയുന്നത്. അതുപോലെ ഹാഫ് സ്ലീവ്സ് ആയിട്ടുള്ള വിത്തൗട്ട് പോക്കറ്റ്സ് ഉള്ള എംബ്രോയിഡറി, ഫ്രിൽസ്, ബട്ടൺസ്, ഇതുകൾക്കുള്ള ഒന്നും നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതല്ല. സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്ത് വേണം നിങ്ങൾക്ക് ഇടാനായിട്ട്. അതേപോലെ സ്പെസിഫിക്, അതായത് നിങ്ങൾ റിലീജിയൻ തരത്തിലുള്ള എന്തെങ്കിലും ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശരീര പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, ആക്സസറീസ് ആണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ക്ലോസ്ഡ് ഫുഡ് വെയർ ലൈക്ക് ഷൂസ് പോലെയുള്ള ക്ലോസ്ഡ് ഫുഡ് വെയർ നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നതല്ല. അതേപോലെ ഫുൾ സ്ലീവ്സ്, ലോങ് സ്ലീവ്സ്, ഇതൊന്നും എക്സാമിന് പോകുമ്പോൾ അലൗഡ് അല്ല. അതേപോലെ തന്നെ കോട്ട്, ജാക്കറ്റ്സ്, ഇത് കണക്കുള്ള ഒന്നും എക്സാമിന് പോകുമ്പോൾ അലൗഡ് അല്ല. അതേപോലെ തന്നെ ലാർജ് ബട്ടൺസ് ഉള്ള, നിങ്ങൾ സ്മോൾ ബട്ടൺസ് ഉള്ള ഡ്രസ്സ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ലാർജ് ബട്ടൺസ് ഉള്ള ഒന്നും അലൗഡ് അല്ല. അതേപോലെ ഷർട്ട്, ടീഷർട്ട്, കുർത്താസ്, ഇതൊന്നും പോക്കറ്റ്സ് പാടില്ല. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ഓർണമെന്റ്സ് ലൈക്ക് റിങ്സ്, ബ്രോഷ്, ഫ്ലവേഴ്സ്, ബാംഗിൾസ്, അങ്ങനെയുള്ളത് ഇങ്ങനെ കാണുന്ന ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 2026 SSC-GDക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2025-26 ബാച്ചിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 2500 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെക്ഷൻ ഉണ്ട്. ലൈവ് ക്ലാസ്സസ് കാണാൻ കഴിയാത്തവർക്ക് ആപ്പിൽ റെക്കോർഡഡ് സെക്ഷൻ ആയിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീക്ക്ലി 6 days ക്ലാസ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ പുതിയ 2 പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രോയിഡ് ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ ഡെയിലി മോക്ക് ടെസ്റ്റ്
ടെസ്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ നോട്ടിഫിക്കേഷൻസ്, പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ് വരുന്നത്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത വാട്സപ്പ് ചാനലാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. ഇതിൽ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, പുതിയ അപ്ഡേഷൻസ്, ജോബ് വേക്കൻസീസ്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ അഡ്മിഷനെ കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഓഫീസ് നമ്പർ ആണ്. ഇതിൽ വാട്സപ്പ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ സെക്ഷനുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.